പ്രാധാന്യത്തെപ്പറ്റി സംസാരിച്ചു. പിന്നെ തൗഹീദ് എന്താണെന്ന് പറഞ്ഞു. അതിൻ്റെ പൂർത്തീകരണമായ ചില കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ ഇപ്പോൾ സമയമില്ലാതെ നമ്മൾ പിരിഞ്ഞതാണ്. അതിൻ്റെ പൂർത്തീകരണമായ ചില കാര്യങ്ങൾ പറയാം. എന്താണ് ഇത്തരം ക്ലാസ് കൊണ്ട് കിട്ടേണ്ട ഉപകാരം എന്ന് ചോദിച്ചാൽ, ഒന്ന്, നമ്മുടെ മനസ്സിലുള്ള ആ വിശ്വാസത്തിൻ്റെ ഭാഗങ്ങൾ ശരി തന്നെയല്ലേ, പോരായ്മകളുണ്ടോ എന്ന് പരിശോധിക്കാം. മറ്റൊന്ന്, ഈ കാര്യം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ മാത്രമുള്ള പ്രാപ്തി നമ്മളിലാകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഇത് നമ്മൾ കൊണ്ടുനടക്കല്ല, ഒരാൾക്ക് കൈമാറാൻ മാത്രം. അപ്പോൾ ആ നിലയ്ക്ക് ഞാൻ ബാക്കി പറയട്ടെ. പറഞ്ഞു വെച്ചത് തൗഹീദ് അതിൻ്റെ പ്രാധാന്യം എന്താന്ന് പറഞ്ഞു. അത് കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 10-11-13 കാര്യങ്ങൾ പറഞ്ഞു ഞാൻ എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളതിനെ പറ്റിയിട്ട്. അത്ര പ്രധാനപ്പെട്ടത് ദീനിൽ വേറൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നൊരു കാര്യം നമ്മൾ ചെയ്തത് തൗഹീദ് എന്താണെന്ന് പറഞ്ഞു. എന്തായിരുന്നു? ചോദിച്ചുകൊണ്ടാണ് ആള് പറഞ്ഞത്. അങ്ങനെ ഉണ്ടാവോ? ചോദിക്കുക, അറിയുന്നവർ പറഞ്ഞാൽ എല്ലാത്തിനും വിഷമിക്കേണ്ട കാര്യമില്ലേ. അല്ലാഹു ദാത്തിലും എനിക്ക് ഈ വാക്കുകളോട് പ്രത്യേകിച്ച് സ്നേഹമൊന്നുമില്ല. പക്ഷേ ഈ വാക്കുകൾ വേണം ഇവ പഠിക്കാൻ എന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ തന്നെ പറയുന്നത്. അള്ളാഹുവിൻ്റെ ദാത്തും സിഫാത്തും അഫ്ആലിലും അവൻ ഏകനാണെന്ന് പഠിക്കുക. അവനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ എന്ന് തീരുമാനിക്കുക. ഇതാണ് ഇപ്പോൾ തൗഹീദ് എന്ന് പറഞ്ഞാൽ. ഈ മൂന്നെണ്ണത്തിലും അള്ളാഹു ഏകനാണെന്ന് സമ്മതിക്കുക, മാത്രം ആരാധിക്കാം. ഇതാണിപ്പോൾ നമുക്ക് രക്ഷപ്പെടാനുള്ള വഴി. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ പഠിക്കുന്ന ഈ വിഷയവും കാര്യവും നമ്മൾ മനസ്സിലാക്കുന്നതും അബദ്ധമൊന്നും പറഞ്ഞിട്ടില്ല, ശരി തന്നെയാണ് എന്ന് ഉറപ്പിക്കാൻ നമുക്കുള്ള വഴി എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലത്ത് മക്കയിലും മദീനയിലും മുസ്ലിങ്ങളല്ലാത്ത ആളുകളുണ്ടായിരുന്നു, അവിശ്വാസികളായ ആളുകളുണ്ടായിരുന്നു. അവരെക്കുറിച്ച് പഠിക്കുക. എന്തായിരുന്നു അവരുടെ അവസ്ഥ ഈ വിഷയത്തിൽ? ഒരു കാര്യം ഉറപ്പാണ്, അവരെ പോലെ ആയാൽ പോരല്ലോ, അവരെക്കാളും നബി പഠിപ്പിച്ച പോലെ ആവണം. അപ്പം എന്തായിരുന്നു അവരുടെ അവസ്ഥ എന്ന് നമ്മൾ പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനാണ് നമ്മൾ പഴയ മുശ്രിക്കുകളെ പറ്റിയൊക്കെ പഠിക്കുന്നത്? എന്തിനാ? നമ്മൾ പഠിച്ച ഭാഗം ശരിയാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ആ നാട്ടിൽ നിരീശ്വരവാദികളായ ആളുകൾ കുറച്ചേ ഉള്ളൂ, ബാക്കി ഭൂരിഭാഗം ആൾക്കാർ വിശ്വാസികളാണ്. അപ്പോൾ ആ ആളുകളുടെ വിശ്വാസം എന്തായിരുന്നു? അതായാൽ പോരല്ലോ നമുക്ക്. അത് തെറ്റാണ്, നബിയുടേത് ശരിയാണ്. അപ്പോൾ ആ ശരിയും തെറ്റും തിരിച്ചറിയാൻ അവരിലേക്ക് പോവാന്നുള്ളതാണ്. അപ്പോൾ ആ താരതമ്യമാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഞാൻ അവിടേക്ക് പോവാണ്. എന്താണ് പറയാനുള്ളത്? 3 കൂട്ടം ആളുകളാണ് ആ കാലത്തുണ്ടായിരുന്നത്. ഒന്ന് മുശ്രിക്കുകൾ, മക്കയിലും മദീനയിലും ഉണ്ടായിരുന്ന ഇവർ. മറ്റൊരു കൂട്ടം ആളുകൾ ജൂതന്മാരാണ്, അന്നുണ്ടായിരുന്നൊരു കൂട്ടം. മറ്റൊരു കൂട്ടർ ക്രിസ്ത്യാനികളാണ്, അത്ര കൂടുതലല്ലെങ്കിലും കുറച്ചു പേരായിട്ട്. നജ്റാനിൽ കുറച്ചു പേരും ഒറ്റപ്പെട്ടവരുമായി. ഈ 3 കൂട്ടരുടെയും വിശ്വാസം എന്തായിരുന്നു? ഏതവസ്ഥയിലായിരുന്നു? അതായാൽ പോരാ നമുക്ക്, അതിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്നത്. അത് പോരാ, തെറ്റാന്ന് പഠിക്കാം. അവർക്ക് അള്ളാഹുവിനെ പറ്റി വിശ്വാസമുണ്ടായിരുന്നോ? ഖുർആൻ പറയുന്നു ഉണ്ടായിരുന്നു. പക്ഷെ എന്താ സംഭവിച്ചത്? അള്ളാഹുവിൻ്റെ ദാത്തിനെ അവർ അംഗീകരിച്ചു. എല്ലാവരും, ഈ 3 കൂട്ടരും അള്ളാഹിൻ്റെ ദാത്തുണ്ടെന്ന് അംഗീകരിച്ചു. അള്ളാഹ്ക്ക് ദാത്തുണ്ട്, അള്ളാഹുവിനെ പോലത്തെ ഒരല്ല, പടച്ച തമ്പുരാൻ ഒന്നേ ഉള്ളൂ, ദൈവം തമ്പുരാൻ ഒന്നേ ഉള്ളൂ, യഹോവന്നോ എന്നോ വിളിച്ചുകൊണ്ട് എന്തായിരുന്നാലും ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എന്താ ഈ 3 കൂട്ടർക്ക് വന്ന അബദ്ധം? അള്ളാഹുവിൻ്റെ ദാത്തിനെ പറ്റി പറയാൻ പാടില്ലാത്തത് പറഞ്ഞു. എന്താണ്? അള്ളാഹ്ക്ക് മക്കളുണ്ടെന്ന് പറഞ്ഞു. മുശ്രിക്കുകൾ പറഞ്ഞു മലക്കുകൾ അള്ളാഹിൻ്റെ പെൺകുട്ടികളാണ്. ക്രിസ്ത്യാനികൾ പറഞ്ഞു ഈസാ നബി അള്ളാഹുവിൻ്റെ മകനാണെന്ന്. ജൂതന്മാർ പറഞ്ഞു ഉസൈർ. ആരെ പറ്റിയാണ് പറഞ്ഞത്? ഉസൈർ അലൈഹിസ്സലാമിനെ പറ്റി പറഞ്ഞു. അദ്ദേഹത്തെ പറ്റി കൂടുതൽ വിശദീകരണം ഖുർആനില്ല. അദ്ദേഹം അള്ളാഹുവിൻ്റെ പ്രവാചകൻ, അള്ളാഹുവിൻ്റെ മകനാണെന്ന് പറഞ്ഞു.
ഈ മൂന്ന് കൂട്ടരും അള്ളാന്റെ ദാത്ത് അംഗീകരിച്ചു, പക്ഷേ ദാത്തിൽ അബദ്ധം പറ്റി. പൂർണ്ണമായിരുന്നോ അതോ അപൂർണമായിരുന്നോ? അള്ളാഹുവിന്റെ ദാത്തിനെ കുറിച്ച് അവർ മനസ്സിലാക്കിയത് പൂർണ്ണമായും ശരിയാണോ അതോ അപൂർണമായിരുന്നോ? അപൂർണമാണ്. ദാത്തുണ്ടെന്ന് സമ്മതിച്ചു, അള്ളാന്റെ ദാത്ത് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്ത് പറഞ്ഞു? ഒരു ചെറിയ വിശദീകരണം, അള്ളാഹ്ക്ക് മക്കളുണ്ടെന്ന് പറഞ്ഞു അവർ. അപ്പോൾ അവരുടെ ദാത്ത് പൂർണ്ണം, അവരുടെ വിശ്വാസം. ഇത് തന്നെയാണ് സിഫാത്തിന്റെ എഫാലിന് വന്നത്. ഞാൻ അവിടേക്ക് പോകുന്നില്ല, നമുക്ക് സമയം തികയാതെ വരും. ഇനി നമുക്ക് നോക്കാനുള്ളത് അവരുടെ ആരാധനാ രീതികൾ എങ്ങനെയായിരുന്നു എന്നാണ്. ക്ലാസ്സിൽ നമ്മൾ ഇരിക്കുന്നത് ക്ലാസ് ആയിട്ടാണ്. എന്ന് വെച്ചാൽ ഞാൻ പറയുന്ന ഏതെങ്കിലും ഭാഗം മനസ്സിലാകുന്നില്ലെങ്കിൽ അത് നിർത്തിയിട്ട് പറഞ്ഞിട്ട് പോയാൽ മതി, പിന്നെ വിധി ഉണ്ടെങ്കിൽ പറയാം. അപ്പൊ മുശ്രിക്കുകളും ജൂതന്മാരും അള്ളാഹുവിന്റെ ദാത്ത് അംഗീകരിച്ചു എന്നോ പറയണ്ട, ഇല്ലാന്നോ? എന്താണ്? അംഗീകരിച്ചു. പക്ഷേ എന്തുണ്ടായി? അംഗീകരിച്ചത് അപൂർണമാണ്. എന്താ പോലെ ചെയ്തത്? മക്കളുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഒരു തകരാറുണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത് ആ കാലഘട്ടത്തിലെ ജനങ്ങളുടെ ആരാധനാ രീതി എന്തായിരുന്നു എന്നാ. ഇവരെങ്ങനെ ആരാധിച്ചത്? ഉലൂഹിയ്യത്ത് എന്നാണ് അതിന് അറബി പറയാം. ആരാധനാ രീതി എന്തായിരുന്നു? മക്ക മുശ്രിക്കുകൾക്ക് നമസ്കാരം ഉണ്ടായിരുന്നോ? ഇല്ല. നിങ്ങൾ പറയുന്നിട്ട് വേണം എനിക്ക് ഖുറാൻ നോക്കാൻ. ഉണ്ടെന്നാ ഖുറാൻ പറഞ്ഞത്. വമാക്കാന സ്വലാത്തുഹും മിൻദൽ ബൈത്തി ഇല്ലാ മുഖാം വ തസ്തിയാന്ന് സൂറത്തുൽ അംഫാലിൽ ആയത്തുണ്ടല്ലോ. വമാക്കാന സ്വലാത്തുഹും, അവരുടെ നമസ്കാരം, ഇൻദൽ ബൈത്തി, പിന്നെ പള്ളിയുടെ സമീപത്ത് വെച്ചവർ നടത്തിയിരുന്ന നമസ്കാരം, പിന്നെ ഇല്ലാ മുഖാമത്ത്, സൂറത്തുൽ അംഫാലിലെ 35-ാമത്തെ ആയത്ത്. സൂറത്തുൽ അംഫാലിൽ 35-ാമത്തെ ആയത്തോതാ. വമാക്കാന സ്വലാത്തുഹും ഇൻദൽ ബൈത്തി, സ്വലാത്ത് നമസ്കാരം, കഅബ ഷരീഫിന്റെ അരികത്ത് വെച്ച് അവർ നടത്തിയിരുന്ന നമസ്കാരം, ഇല്ലാ മുഖാം വ തസ്തിയ, ചൂളം വിളിയും കയ്യടിയുമായിരുന്നു. ഫദൂഖുൽ അദാബ ബിമാ കുന്തും തക്ഫുറൂൻ, നിങ്ങൾ നന്ദികേട് കാണിച്ചതിന്റെ ശിക്ഷ നിങ്ങൾ അനുഭവിച്ചോളൂ എന്നവരോട് പറയപ്പെടുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ചൂളം വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കോ? കൈയടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കോ? കൈയടിച്ചുകൊണ്ടാണെങ്കിൽ പ്രാർത്ഥിക്കോ, പക്ഷെ ചൂളം വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കൂലല്ലോ. അപ്പോൾ ഖുർആൻ ഉപയോഗിച്ചിരിക്കുന്നത് ജാഹിലിയ കാലഘട്ടത്തിലെ ആളുകളിൽ ഉണ്ടായിരുന്ന ഒരു പ്രത്യേകതരം നമസ്കാരത്തെ പറ്റിയാണ്. അതിന് ഖുർആൻ കൊടുത്തിരിക്കുന്ന പേര് നമസ്കാരം എന്നാണ്. എന്താ പേര്? വമാക്കാന സ്വലാത്തുഹും മിൻദൽ ബൈത്ത്. അവർ കഅബ ഷരീഫിന്റെ അടുത്ത് വെച്ച് നടത്തിയ നമസ്കാരം നമ്മൾ കണ്ടില്ലേ? പല പിന്നെ മതക്കാരുടെയും പരിപാടികളൊക്കെ ടി വിയിലൊക്കെ കാണുമ്പോൾ ഭൂതര ബഹളം ഉണ്ടാക്കലും കയ്യടിക്കലും ഡാൻസ് ചെയ്യലൊക്കെ അതായിരുന്നു ഒരു പരിപാടി. അപ്പം അവർക്കൊരു നമസ്കാരം ഉണ്ടായിരുന്നു. ഞാൻ ഓല നിക്കാരക്കാരാക്കിയല്ല, അള്ള പറഞ്ഞത് പറയാണ്. മക്കയിലെ മുശ്രിക്കുകൾക്ക് ഒരു തരം നമസ്കാരം ഉണ്ടായിരുന്നു. ഒരു തരം. ഈ നമസ്കാരം ആർക്കു വേണ്ടി അത് വ്യക്തമല്ല. ദൈവങ്ങൾക്ക് വേണ്ടിയാണോ അള്ളാഹ്ക്ക് വേണ്ടിയാണോ ഒന്നും മനസ്സിലാകുന്നില്ല. നിസ്കരിച്ചപ്പോൾ അത് ലാത്ത ഉസ്സക്ക് വേണ്ടിയാണോ നിസ്കരിച്ചത്, അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിച്ചത് മനസ്സിലാക്കാൻ തെളിവൊന്നുമില്ല. നിസ്കരിച്ചിരുന്നു. അടുത്ത ആരാധനാകർമ്മം നമ്മുടേത് സക്കാത്താണ്. അല്ലേ? നമ്മൾ ഇസ്ലാം കാലത്ത് അവർക്ക് സക്കാത്ത് ഉണ്ടായിരുന്നോ? ഒരു വിവരവും ഇല്ല എന്നാണ്. അങ്ങനത്തെ ഒരു സമ്പ്രദായം ഓരോ ഇടയിൽ ഇല്ല. ഒരു സക്കാത്ത് കൊടുക്കില്ല. അതുകൊണ്ട് തന്നെ അത് ആർക്കാ കൊടുത്ത് ചിന്തിക്കണ്ടേ. നോമ്പുണ്ടായിരുന്നോ? അറബികളിൽ പണ്ട് കാലത്ത് നോമ്പുണ്ടായിരുന്നോ? നമ്മളിപ്പോൾ ചെയ്യുന്ന പണി എന്താ പറയുക? നമ്മൾ ചെയ്യുന്ന ആരാധനാകർമ്മങ്ങൾക്ക് സമാനമായത് പണ്ടുണ്ടായിരുന്നോ നോക്കുകയാണ്. നോമ്പുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഏത് നോമ്പ്? മുഹറം മാസത്തിലെ 10-ാം ദിവസത്തെ നോമ്പ്. അറബികളൊക്കെ പണ്ട് നോറ്റിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോറ്റിരുന്നു. നബിയാണ് ഇതിന് മുമ്പ്. ഹദീസിലുള്ളതാ. ഖുറൈശികൾ വളരെ കാര്യമായി നോറ്റിരുന്നൊരു നോമ്പാണെന്ത്? മുഹറം 10-ലെ നോമ്പ്. ആശൂറായിന്റെ നോമ്പ് നോറ്റിരുന്നവർ. ഇപ്പൊ നോമ്പുണ്ടായിരുന്നു. പക്ഷെ ഈ നോമ്പ് ആർക്ക് വേണ്ടിയാ അറിയില്ല. അവർ നോമ്പ് നോറ്റത് പടച്ചോന്റെ പക്കന്ന് കൂലി കിട്ടാൻ വേണ്ടിയിട്ടാണോ അതോ ഏതെങ്കിലും വിഗ്രഹത്തെ തൃപ്തിപ്പെടുത്താനാണോ ഒന്നും അറിയില്ല. ഹജ്ജ് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഈ ഹജ്ജ് ആർക്ക് വേണ്ടിയാണ് ഹജ്ജ് ചെയ്തിരുന്നത്? ഖുറൈശികൾ പണ്ട് കാലത്ത് ഹജ്ജ് ചെയ്തിരുന്ന ആർക്ക് വേണ്ടിയാണ്? അള്ളാഹുവിന് വേണ്ടി. ആർക്ക് വേണ്ടി? അള്ളാഹുവിന് വേണ്ടി. എങ്ങനെ മനസ്സിലായി? അവര് ഹജ്ജിന് വരുമ്പോൾ തെൽബിയത്ത് ചൊല്ലാറുണ്ട്. എന്താ തെൽബിയത്ത്? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്.
അറബികൾ പണ്ട് കാലത്ത് ഇസ്ലാമിൽ വരുന്നതിന് മുമ്പും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയക്കപ്പെടുന്നതിന് മുമ്പും ഹജ്ജ് മക്കയിൽ നടക്കാറുണ്ട്. ആളുകൾ ഹജ്ജിന് വരാറുണ്ട്. ഹജ്ജിന് വന്നിരുന്നവർ പറഞ്ഞ തെൽബിയത്തിന്റെ വാക്കെന്താണ്? അത് ഞാൻ ഉണ്ടാക്കണല്ല, ഹദീസിന്റെ കിതാബുകളിലുള്ളതാ. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. അത്രയും ഒരു കൃത്യമായി പറയും. അപ്പൊ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് പറഞ്ഞാൽ ഇത് ഹജ്ജ് ആർക്ക് വേണ്ടിയാ? അള്ളാഹ്ക്ക് വേണ്ടി. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ലാ ശരീക ലക്, അള്ളാഹുവേ നിനക്ക് പങ്കുകാരൊന്നുമില്ല. എന്നിട്ട് അവരൊരു ചെറിയ വാചകം കൂട്ടിച്ചേർക്കും, ഇല്ലാ ശരീക്കൻ, ഒരു പങ്കുകാരൻ നിനക്കുണ്ട്. ഹുവലക, അത് നിനക്കുള്ളതാ. വമാ മലക്ക, അവനുള്ളതും എന്റേതാ, പുറത്തൊന്നുമല്ല. ആ തെൽബിയത്തിൽ നമ്മളെങ്ങനെ തെൽബിയത്ത് പറഞ്ഞാൽ എങ്ങനെയാണ്? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക്. ഇതാണ് നമ്മുടെ തെൽബിയത്ത്. അവർ പറഞ്ഞിരുന്ന തെൽബിയത്തിന്റെ തുടക്കം ഇങ്ങനെ തന്നെയാണ്. എന്താണ്? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക ലാത്ത ലബ്ബൈക് ന ലബ്ബൈക ഇബ്രാഹിം ലബ്ബൈക ന അല്ല, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. അതിന്റെ അർത്ഥം എന്താ? അള്ളാഹുവേ നിനക്ക് ഉത്തരം ചെയ്തുകൊണ്ട് ഞങ്ങൾ വരുന്നു. നിനക്ക് പങ്കുകാരില്ല, ഒരു പങ്കുകാരൊഴികെ. ആ പങ്കുകാർ പുറത്തല്ല, അത് നിന്റെ കീഴിൽ തന്നെയാണ്. ഇരിക്കട്ടെ, നമുക്കിത്ര ആവശ്യമുള്ളൂ. ആ നാട്ടിലെ ആളുകൾ ഹജ്ജ് നമസ്കരിച്ചത് ആർക്ക് വേണ്ടിയാണ് നമുക്ക് അറിയില്ല. സക്കാത്ത് കൊടുക്കാറില്ല. നോമ്പ് നോൽക്കാൻ ആർക്ക് വേണ്ടിയെന്ന് അറിയില്ല. ഹജ്ജ് ആർക്ക് വേണ്ടിയാണ്? അള്ളാഹുവിന് വേണ്ടിയാണ് ഹജ്ജ് ചെയ്തിരുന്നത്. മാത്രമല്ല ഖുർആൻ ഒരു പടി കൂടി പറഞ്ഞു തരുന്നു. എന്താണ്? ഈ പ്രാർത്ഥന എന്ന് പറയുന്ന ജീവിതത്തിലെ കർമ്മം, അത് അവർ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ചെയ്തു പ്രാർത്ഥിക്കുക എന്നുള്ളത്. അത് പലപ്പോഴും അല്ലാത്തവരും പ്രാർത്ഥിച്ചിട്ട് അള്ളാഹിനോടും പ്രാർത്ഥിച്ചിട്ട്. പക്ഷേ ഖുർആൻ സൂറത്തുൽ അങ്കബൂത്തിലെ 65-ാമത്തെ ആയത്തിൽ പറയുന്നൊരു ഭാഗമുണ്ട്. എന്തിനാ ആയത്ത് പറയുന്നതെന്ന് വെച്ചാൽ പഠിക്കാൻ വേണ്ടി തന്നെ പറ്റുമെങ്കിൽ നോക്കിയെടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്കബൂത്ത്, ചിലന്തി എട്ടുകാലി എന്നൊരു സൂറത്തുണ്ടല്ലോ, അങ്കബൂത്ത്. ഇടക്കൊന്ന് ചോദിക്കുക, ഈ എട്ടുകാലിയെ പറ്റി വല്ലതും ഓർമ്മ ഉണ്ടോ? ചിലന്തിയെ പറ്റി വല്ലതും ഓർമ്മ ഉണ്ടോ? അടുക്കളയിലൊക്കെ ഉണ്ട് അല്ലേ, സ്റ്റോർ റൂമിലൊക്കെ എപ്പോഴും കാണാനാണ്. വേറെ എന്താ അതിനെ പറ്റി പറയാനുള്ളത്? ഈ ചിലന്തി ഇസ്ലാമിക ചരിത്രവുമായി ബന്ധപ്പെടുന്നൊരു ഭാഗമുണ്ട്. പറയടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുമായി ബന്ധപ്പെട്ട് അവർ തെരഞ്ഞു വന്ന് നോക്കിയപ്പോൾ ഒരു ചിലന്തി വരെ ഉണ്ടായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ, എൻ്റെ പുതുമ എന്താന്നുള്ളത്. 2 മനുഷ്യന്മാരെ ജീവൻ രക്ഷിച്ചതാരാ? അള്ളയാണ്. പക്ഷെ അതിന് കാരണമായതാരാ? ഒരു കൊച്ചു ചിലന്തി. അപ്പൊ അള്ളാഹ്ക്ക് അത്രയൊക്കെ മതി. ഒരു സംഗതി അള്ള രക്ഷിക്കണം എന്നൊക്കെ വിചാരിച്ചാൽ പഠിച്ചോനേന്ന് നമ്മൾ ബേജാറാവണ്ട. ഒരു ചിലന്തി വല കൊണ്ട് 2 പ്രധാനപ്പെട്ട മനുഷ്യന്മാരെ ജീവൻ രക്ഷിച്ചു അള്ളാഹ്. അന്ന് അവർ രക്ഷപ്പെടാൻ കാരണം വെറുതെ ഇതിലേക്കൊക്കെ നോക്കണം, മനുഷ്യന്മാർ താമസിക്കും അവിടെ, ചിലന്തി വല കെട്ടിയത് കണ്ടില്ലേ എന്നാ. അള്ള പഠിപ്പിച്ചത് എന്താണെന്നറിയോ? എടോ, ഞാൻ ഒരാളെ രക്ഷിക്കാൻ തീരുമാനിച്ചാൽ എനിക്കിതൊക്കെ മതി. പക്ഷെ എന്നിട്ട് അള്ള പറഞ്ഞത്, അത് പറയാനല്ല സൂറത്ത് പറഞ്ഞത്, വേറെ ആശയങ്ങൾ പറയാനും. ഇരിക്കട്ടെ, ആ സൂറത്തിലെ 65-ാമത്തെ ആയത്ത് എന്താണെന്നറിയോ? 65-ാമത്തെ ആയത്ത്, വൈദാ റകിബു ഫിൽ ഫുൽക്, അവർ കപ്പലിൽ കയറിയാൽ ദഅവുല്ലാഹ, അവർ അള്ളാഹിനോട് പ്രാർത്ഥിക്കും. മുഖ്ലിസീന ലഹുദ്ദീൻ. സുബ്ഹാനല്ലാഹ് എന്റെ ഒരു പ്രയോഗേ. കപ്പലിൽ കയറിയാൽ അവർ പ്രാർത്ഥിക്കല് മുഖ്ലിസീന ലഹുദ്ദീൻ, പൂർണ്ണമായ വണക്കത്തോടെ. മുഖ്ലിസീന ലഹുദ്ദീൻ, പൂർണ്ണമായ വണക്കത്തോടെ അള്ളാഹിനോട് പ്രാർത്ഥിക്കും. ഫലമ്മ നജ്ജാഹും മിനൽ ബർ, കരയിലേക്ക് രക്ഷപ്പെടുത്തിയാലോ ഇദാഹും യുശ്രികൂൻ, അന്നേരം ഓലെ ശിർക്കിനെ സോക്കട് തുടങ്ങും ചെയ്യും. ഇതാരെ പറ്റി പറഞ്ഞാ പഠിച്ചോൻ? മുശ്രിക്കുകളെ പറ്റി. എന്തായി പറഞ്ഞതിന്റെ അർത്ഥം? അവർ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിച്ച സന്ദർഭങ്ങളുണ്ടോ ജീവിതത്തിൽ? ഉണ്ട്. എപ്പോഴ്? കടൽ യാത്ര ചെയ്യുമ്പോൾ, കാറ്റും കോളിലും പെട്ട് കപ്പൽ ആടി ഒലിയാനോ മറിയാനോ മുങ്ങാനോ പോകുമ്പോൾ ഒരു ലാത്തനെയും വിളിക്കൂല, ഒരു ഉസ്സനെയും വിളിക്കൂല, ഒരു വിഗ്രഹത്തെയും വിളിക്കില്ല, ഒന്നിനെയും വിളിക്കില്ല. ആരെ മാത്രം വിളിക്കും? അള്ളാഹിനെ മാത്രം വിളിക്കും. എന്താണ് ഞാൻ ഈ സ്കെച്ച് ഇങ്ങനെ തരാൻ കാരണം എന്നറിയോ? ഇത് പറഞ്ഞാൽ കിട്ടുന്ന ഉത്തരം എന്താണ്? ജാഹിലിയത്തിൽ, ഇസ്ലാമിന് മുമ്പുണ്ടായിരുന്ന ജനത അള്ളാഹുവിൻ്റെ റുബൂബിയത്തിനെ
റുബൂബിയത്ത് എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിച്ചോട്ടെ? അതായത് അള്ളാഹ് റബ്ബാണെന്ന കാര്യം, അവൻ ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഏകനാണെന്ന കാര്യം, ദാത്ത് സിഫാത്ത് അഫ്ആല്, ഈ കാര്യം പൂർണ്ണമായി നിഷേധിച്ചോ അതോ ഭാഗികമായി സമ്മതിച്ചോ? മനസ്സിലായില്ല? അവർ പണ്ട് കാലത്തെ അറബികള് അള്ളാഹുവിൻ്റെ ദാത്തിനെയും നിഷേധിച്ചു, സിഫാത്തിനെയും നിഷേധിച്ചു, അഫ്ആലിനെയും മുഴുവൻ നിഷേധിക്കുക ചെയ്തത്. അത് കുറച്ചു ഭാഗം സ്വീകരിച്ചു, കുറച്ചു ഭാഗം അവിശ്വസിച്ചോ? ഞാൻ ഇപ്പം ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് എന്താ തോന്നിയത്? തോന്നിയില്ലെങ്കിൽ ഞാൻ ഇഞ്ഞും പറയണം. അതെന്നെ പറയും, ഞാനിന്ന് പറഞ്ഞിട്ട് പോവുള്ളൂ. വേറെ ചെയ്യാനാ? അവര് അള്ളാഹുവിൻ്റെ ദാത്ത് അംഗീകരിച്ചു, അതാണ് അള്ളണ്ടെന്ന് അംഗീകരിച്ചു. പക്ഷെ എന്ത് പറഞ്ഞു അവര്? ഞങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹ്ക്ക് മക്കളുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ ഇത് പൂർണ്ണമായും ശരിയാ? എന്നാ പൂർണ്ണമായും തെറ്റാ? അല്ല. അള്ളാഹ് ഉണ്ടെന്ന് പറഞ്ഞത്, അള്ളാഹ്ക്ക് ദാത്തുണ്ടെന്ന് പറഞ്ഞത് ശരി, അള്ളാഹ്ക്ക് മക്കളുണ്ടെന്ന് പറഞ്ഞത് തെറ്റി. ആരാധനാ കർമ്മങ്ങൾ അവർ മുഴുവൻ അള്ളാഹു അല്ലാത്തവർക്കാ നൽകിയത്, അത് അള്ളാഹ്ക്ക് കൊടുത്തോ? കുറച്ചൊക്കെ അള്ളാഹ്ക്ക് കൊടുത്തു, കുറച്ചൊക്കെ ചില പ്രത്യേക സന്ദർഭത്തിൽ അള്ളാഹ് മാത്രം കൊടുത്തു. അപ്പൊ എന്താണ് ഖുറൈശികളുടെ ഈ പഴയകാല മുശ്രിക്കുകളുടെ പോരായ്മയായി ഖുർആൻ പറഞ്ഞു തരുന്നത്? അവർ അള്ളാഹുവിൻ്റെ ദാത്തിനെ നിഷേധിച്ച്, അഫ്ആലിനെ നിഷേധിച്ച്, സിഫാത്തിനെയും പൂർണ്ണമായി നിഷേധിച്ച് എല്ലാ ആരാധനകളും വേറുള്ളവർക്ക് കൊണ്ടേ കൊടുക്കുക ചെയ്തത്. പിന്നെന്താ ചെയ്തത്? അള്ളാഹുവിൻ്റെ ദാത്തിലും സിഫാത്ത് അഫ്ആലും ഞാൻ ഉദാഹരണം പറഞ്ഞില്ല സമയം പേടിച്ചിട്ട്. ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഒക്കെ കുറച്ചവർ സ്വീകരിച്ചു, കുറച്ചവർ നിഷേധിച്ചു. അള്ളാഹ്ക്കുള്ള ആരാധനാ കർമ്മങ്ങൾ കുറച്ച് അള്ളാഹ്ക്ക് കൊടുത്തു. അതുപോലെ ഖുർആൻ വേറെ ഉദാഹരണം പറഞ്ഞു, ബലി, നേർച്ച ഒക്കെ അങ്ങനെയാണ്. കുറെ അള്ളാഹ്ക്ക്, കുറെ പുറത്തുള്ളവർക്ക്, കുറെ അള്ളാഹ്ക്ക്, കുറെ പുറത്തുള്ളവർക്ക്. നമസ്കാരം ആർക്കാന്നറിയില്ല, ഹജ്ജ് അള്ളാഹ്ക്ക് കൊടുത്തു. ഇങ്ങനെ ചിലതാക്കി. ഇതിനെയാണ് ഖുർആൻ അനുകൂലിച്ചോ എതിർത്തോ? എതിർത്തു. നമുക്ക് കിട്ടുന്ന പാഠം എന്താണ്? അതാണ് ഇന്ന് പഠിക്കാനുള്ള ആദ്യത്തെ പാഠം. എന്താ പഠിക്കാനുള്ള പാഠം? അള്ളാഹുവിൻ്റെ പിന്നോടുള്ള തൗഹീദിന്റെ വിഷയത്തില് ഭാഗിക്കാനും കഷ്ണങ്ങളാക്കാനും നമുക്ക് അനുവാദമുണ്ടോ അതോ പൂർണ്ണമായും നമ്മൾ അംഗീകരിക്കണോ? ഇത് നിങ്ങൾ തലയിൽ അവിടെ വെച്ചോളൂ. ഈ ക്ലാസ് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ഇരുന്ന് ആലോചിച്ചാൽ മതി. എന്താ ആലോചിക്കേണ്ടത്? തൗഹീദിന്റെ വിഷയത്തിൽ എന്തു പറ്റില്ല? കുറച്ച് പഠിച്ചവന്, കുറച്ച് പഠിച്ചവനല്ലാത്തവർക്ക് എന്ന് പറ്റില്ല. അള്ളാന്റെ ദാത്തും സിഫാത്തും അഫ്ആലും അംഗീകരിക്കുമ്പോൾ അതെന്ത് ചെയ്യണം? പൂർണ്ണമായിട്ടും അംഗീകരിക്കണം. അള്ളാഹുവിനുള്ള ആരാധനാ കർമ്മങ്ങൾ അള്ളാഹ്ക്ക് കൊടുക്കാന്ന് തീരുമാനിക്കുമ്പോൾ കുറച്ച് അള്ളാഹ്ക്ക് കൊടുത്ത് അവസാനിപ്പിച്ചാൽ പോരാ. പിന്നെ എന്ത് വേണം? മുഴുവനായിട്ടും അള്ളാഹുവിന് കൊടുക്കണം. അതാണ് സൂറത്തുൽ ബയ്യിനയിലെ ആയത്ത്, വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. നിങ്ങൾ പടച്ചവന്റെ ആ ഹിക്മത്ത് കണ്ടോ? കപ്പലിൽ കയറിയാൽ നിങ്ങൾ എന്നോട് മാത്രം മുഖ്ലിസീന ലഹുദ്ദീൻ ആരാധിക്കും. കപ്പലിൽ നിന്ന് ഇറങ്ങിയാലും മുഖ്ലിസീന ലഹുദ്ദീൻ എന്നോടാവണം. അതാണ് മുഖ്ലിസീന ലഹുദ്ദീനിന്റെ അർത്ഥം. എന്താ? വണക്കം, താഴ്മ അള്ളാഹുവിന് മാത്രമായി പൂർണ്ണമായി കീഴ്പ്പെടുന്ന, ഒരു കളങ്കവുമില്ല. പടച്ചോനെ, ഞങ്ങൾക്ക് വിഗ്രഹവും ഇല്ല, ബിംബുമില്ല, ഇബ്രാഹിം നബിയും ഇല്ല, ലാത്തയില്ല, ഉസ്സയില്ല, ഈ കടലിൽ നിന്ന് ഞങ്ങൾ ഒരുത്തനും രക്ഷിക്കൂല, നീ മാത്രമേ രക്ഷിക്കാനുള്ളൂ, കാക്കണേ എന്നാ പ്രാർത്ഥന. അതാണിത്. അതാ പടച്ചോൻ മുഖ്ലിസീന ലഹുദ്ദീൻ, അള്ളാഹ്ക്ക് മാത്രം കീഴ്പ്പെട്ടുകൊണ്ട് അവൻ ആരാധിക്കും. അപ്പൊ തൗഹീദിന്റെ വിഷയത്തിൽ എന്തില്ലെന്ന് അപ്പൊ നമ്മൾ പഠിച്ചത്? ഭാഗിക്കാൻ പാടില്ല. അള്ളാന്റെ ദാത്തിനെ പറ്റിയും സിഫാത്തിനെ പറ്റിയും അഫ്ആലിനെ പറ്റിയും എന്തെല്ലാം പഠിപ്പിച്ചു തന്നോ ഒക്കെ അംഗീകരിക്കണം. കേട്ടല്ലോ? അള്ളാഹുവിന് നൽകേണ്ട ആരാധനാ കർമ്മങ്ങൾ മുഴുവൻ അള്ളാഹുവിന് നൽകണം. ഇതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമ്മളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഒരു പാഠം അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അതിന്റെ തുടർച്ചയല്ല, വേറൊരു കാര്യം പറയാം. അതിന്റെ ബാക്കിയല്ല, വേറൊരു കാര്യം. അതെന്താണെന്നറിയോ? ഖുർആനില് പഴയകാല ജനങ്ങൾക്ക് തൗഹീദിൽ തെറ്റുകൾ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. വ്യതിയാനങ്ങൾ സംഭവിച്ചു പോയി. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലം മുതൽക്ക് ഇങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞു വന്നത്. അപ്പോഴൊക്കെയും ഖുർആൻ പറഞ്ഞൊരു ന്യായം എന്താണെന്നറിയോ? അവരൊക്കെയും ഞങ്ങൾ മുശ്രിക്കുകളാണെന്ന് അഭിമാനിച്ചുവോ അതോ ഞങ്ങൾ നല്ല മതത്തിലാണെന്ന് അംഗീകരിച്ചുവോ? നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്തെ ജനങ്ങൾ ഞങ്ങൾ പിഴച്ചവരാന്നാ പറഞ്ഞത് അതോ ഞങ്ങൾ ശരിയായ മാർഗത്തിലാണോ? പിഴച്ചത് ആർക്കാന്നാ പറഞ്ഞത്? നൂഹിനാ പഴിച്ചതെന്നാ പോലും പറഞ്ഞത്. ആദ് വംശം പറഞ്ഞതും സമൂദ് വംശവും പറഞ്ഞത് ഹൂദ് നബിക്ക് തെറ്റി, സാലിഹ് നബിക്ക് പറ്റി, ഞങ്ങൾ ശരിയായ മാർഗത്തിലാണ്. ജൂതനും ക്രിസ്ത്യാനിയും എന്താ പറയാറ്?
ഞങ്ങൾ ശരിയായ ദൈവവിശ്വാസികൾ, നിങ്ങൾക്ക് പഴച്ചു എന്നാണ്. എന്നിട്ട് അവർ ന്യായം പറയും, ഞങ്ങളാണ് ശരി എന്ന് പറയാൻ ഓരോ ന്യായങ്ങൾ. ഇപ്പം ലോകത്ത് എവിടെയൊക്കെ ആരൊക്കെ തൗഹീദിൽ നിന്ന് തെറ്റിയോ, തൗഹീദിൽ നിന്ന് തെറ്റിയവർ, തെറ്റിപ്പോയ ആളുകൾ, ഞങ്ങൾ തൗഹീദിൽ നിന്ന് തെറ്റിപ്പോയെന്ന് സമ്മതിക്കല ചെയ്യല്. തെറ്റിപ്പോയവർ പിന്നെന്താ പറയാ, ന്യായീകരിച്ചിട്ടുണ്ട്. എന്ത് ചെയ്താണ്? ന്യായീകരിച്ചു. ഓരോ ന്യായീകരണങ്ങൾ. നിങ്ങൾ ഹിന്ദുക്കളോട് സംസാരിച്ചു നോക്ക്, നിങ്ങളെ മതവിശ്വാസം എങ്ങനെയോട് ശരിയാവാൻ അവൻ എന്നെ ഇരുത്തി പഠിപ്പിച്ചു തരും, ഞങ്ങളെ മതവിശ്വാസമാണ് ശരി. ക്രിസ്ത്യാനിയോട് സംസാരിച്ചു നോക്കൂ, അവൻ നിങ്ങളെ സമർത്ഥിച്ചു തരും, ഞങ്ങളതാണ് ശരി. അവൻ ശിർക്ക് ചെയ്യുന്നു, പക്ഷെ ശിർക്കിനെ ന്യായീകരിക്കുന്നു, സമർത്ഥിക്കുന്നു. എല്ലാവരും ഇങ്ങനെ തന്നെ. നമ്മൾ ചിലപ്പോൾ കേൾക്കാറുണ്ട്, മുസ്ലിം സമൂഹത്തിലെ ആളുകൾ ശിർക്ക് ചെയ്യുന്നത്, പക്ഷേ അത് അത്ര ഒരു ഉറപ്പായ ശിർക്കൊന്നുമല്ല, വ്യാഖ്യാനിച്ച് തെറ്റിപ്പോയതാണ്, സിമ്പിളാണെന്ന്. ഒരു പൊട്ട വർത്താനാണ്. ലോകത്തെവിടെ ആരുടെ ഭാഗത്ത് ശിർക്ക് സംഭവിച്ചോ അവരൊക്കെയും ആ ശിർക്കിന് ന്യായീകരണം പറഞ്ഞിട്ടുണ്ട്. ഖുർആനിലെ ആയത്ത് ശ്രദ്ധിക്കുക, സൂറത്ത് അൻആമിൽ കാണാം, വമാകാന ഫിത്രത്തുഹും ഇല്ലാൻ കാലു വല്ലാഹി റബ്ബിനാ മാ കുന്നാ മുശ്രിക്കീൻ. പരലോക അത്. ഈ ശിർക്ക് ചെയ്ത് മരിച്ചുപോയ മനുഷ്യന്മാരൊക്കെ പരലോകത്ത് നിന്ന് പറഞ്ഞ വർത്താനം എന്താ അറിയോ? വല്ലാഹി റബ്ബിന, പടച്ച റബ്ബാണേ സത്യം, മാ കുന്നാ മുശ്രിക്കീൻ, ഞങ്ങൾ ശിർക്ക് ചെയ്യാറേ ഇല്ല. ഈ ശിർക്ക് ചെയ്തവരൊക്കെ പരലോകത്ത് വന്നിട്ട് ഞങ്ങൾ ശിർക്ക് ചെയ്തവരാന്നാ പറയോ, അത് ചെയ്തില്ല എന്നാ പറയാ? ഞങ്ങളൊരു ശിർക്കും ചെയ്തിട്ടില്ല എന്നാ പറയാം. എന്താ ഇപ്പം ഞാൻ ക്ലാസ്സിൽ കൂടുതലായി പറഞ്ഞത്? എപ്പോൾ തൗഹീദിൽ നിന്ന് ആളുകൾക്ക് തെറ്റ് സംഭവിച്ചോ അവിടെ എന്തെങ്കിലും ഒരു മുട്ടുന്യായം പറയാനുണ്ടാവും. ഈ മുട്ടുന്യായം കേട്ടിട്ട് ഓ അങ്ങനെയാണില്ലേ എന്ന് പറയാൻ നിൽക്കണ്ട, അത് പറയാനാണ്. അപ്പം ഇനി എനിക്ക് ബാക്കി ഭാഗത്തേക്ക് പോവാം. നമ്മളെ സമൂഹത്തിൽ നമ്മൾ അങ്ങനെ പഠിക്കും, നമ്മുടേത് പഠിക്കാൻ വേണ്ടി, നമ്മൾ ആരെയും വിമർശിക്കാനല്ല, നമ്മൾ പഠിക്കുന്ന തൗഹീദ് ശരിയാണോ എന്ന് മനസ്സിലാക്കാൻ, നമ്മുടെ കുടുംബത്തിലും വേണ്ടപ്പെട്ടവരിലും തൗഹീദിൽ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്, നമ്മളെ നാട്ടിൽ എന്താ ചെയ്യുന്നത് എന്നാണ്. നമ്മളെ നാട്ടിൽ കുറേ ന്യായങ്ങൾ പറയുന്നു. എന്താ ചെയ്യുന്നത്? കുറേ ന്യായങ്ങൾ. എന്താണ് ആ ന്യായീകരണങ്ങൾ? ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാൻ സമയം കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോണത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഓടുന്നത്. നമ്മുടെ നാട്ടിൽ ന്യായീകരണങ്ങൾ പറയാം. തൗഹീദിന് എന്ത് പറ്റി സംഭവിച്ചു എന്നത് ഇരിക്കട്ടെ, അതിന് വന്നോന്നുള്ളതല്ല, പറയുന്ന ന്യായീകരണങ്ങൾ ശ്രദ്ധിക്കാം. എന്താണ് നമ്മളെ മുസ്ലിങ്ങളായ ആൾക്കാരുടെ സമാധാനം? നമ്മളാളുകളുടെ സമാധാനം എന്താണ്? സാധാരണ മുസ്ലിങ്ങളായ ആൾക്കാർ നമ്മൾ ഒരിക്കലും പഴച്ചവരല്ല, അല്ലേ? നമ്മുടെ സമുദായത്തിലെ ആളുകൾ ആവാതിരിക്കട്ടെ, നമ്മൾ ആഗ്രഹവും പഴച്ചവരല്ല. അവർ പറയുന്ന ന്യായങ്ങൾ 4-5 ന്യായങ്ങളാണ് പറയാം. ഒന്ന്, ഞങ്ങൾ അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിക്കുന്നു. ഏതെല്ലാം കാര്യങ്ങളിൽ? ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും. ഇത് കേരളത്തിലെ മുസ്ലിങ്ങളെ പറ്റി പറഞ്ഞാൽ ശരിയാണ്. ആ മുസ്ലിങ്ങളെല്ലാവരും അള്ളാഹു ഏകനാണെന്ന് അംഗീകരിക്കുന്നു. എന്തിൽ? ദാത്തിലും സിഫാത്തിലും. സത്യമല്ലേ? അല്ലേ? അള്ളാഹു രണ്ടുണ്ടെന്ന് പറയുന്നവരുണ്ടോ? അള്ളാഹിനെ പോലെ സിഫാത്ത് അങ്ങനെയൊന്നും പറയില്ല, ഏകനാണെന്ന് സമ്മതിക്കുന്നു. അപ്പോൾ പണ്ടകാലത്തെ മുശ്രിക്കുകളും ജൂതനും ക്രിസ്ത്യാനിയായിട്ട് വ്യത്യാസമുണ്ട്. ശരി. അള്ളാഹുവിന് മക്കളില്ലെന്ന് സമ്മതിക്കുന്നു. ശരിയല്ലേ? ഏതെങ്കിലും മുസ്ലിം അള്ളാഹ്ക്ക് മക്കളുണ്ടെന്ന് പറയുന്നുണ്ടോ? ജൂതനും ക്രിസ്ത്യാനിയും മുശ്രിക്കും എന്ത് പറഞ്ഞു? അപ്പോൾ ഈ മുസ്ലിം മോനെ പോലെ അല്ല, അല്ല, അല്ലാന്ന് തന്നെ നമുക്ക് വേണ്ടത്, അല്ല. മൂന്നാമത്, അള്ളാന്റെ സമദീയത്ത്. സമദീയത്ത് എന്ന് പറഞ്ഞാൽ ആശ്രയമില്ലാതെ നിൽക്കുക, അത് അംഗീകരിക്കുന്നു. അള്ളാഹു സമതാണെന്ന് അംഗീകരിക്കുന്നു, അല്ലേ? അല്ലേ? അള്ളാഹ്ക്ക് ഒരാളുടെ ഏതെങ്കിലും മുസ്ലിം പറയോ അള്ളാഹ്ക്ക് നിലനിൽക്കാൻ ഇന്ന ആളെ സഹായമാണ്? ഞാൻ പറഞ്ഞ നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങളെ പറ്റിയാ പറഞ്ഞു. ഒരൊറ്റ മുസ്ലിമായ മനുഷ്യനും അള്ളാഹ് സഹായിച്ചു പറയുന്നില്ല. അള്ളാഹ് സമതാണെന്ന് അവർ സമ്മതിക്കുന്നു. പിന്നെ അവർ അംഗീകരിക്കുന്നത് അല്ലാഹു ലാ ശരീക ലഹു, അള്ളാഹ്ക്ക് യാതൊരു പങ്കുകാരുമില്ല എന്ന് സമ്മതിക്കുന്നു. അവർ പറഞ്ഞത് പങ്കുകാരില്ല, എന്നാലും ചെറിയ പങ്കുകാരുണ്ടെന്നൊക്കെ അവരൊക്കെ പറഞ്ഞത്. പക്ഷേ നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങൾ, നമ്മുടെ ഉമ്മയും ഉപ്പയും വല്ലിപ്പയും നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ നല്ലവരാണ്. അവരെന്ത് പറയുന്നു? അള്ളാഹുവിന് യാതൊരു പങ്കുകാരുമില്ലെന്ന് പറയുന്നു. പിന്നെന്ത് പറയുന്നു? അവർ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് കേട്ടാൽ അഹങ്കരിക്കുന്നില്ല. എന്താകുന്നില്ല? അഹങ്കരിക്കൂല. ഖുർആൻ അവരെ പറ്റി പറഞ്ഞാണ്, വൈദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹ് യസ്തക്ബിറൂൻ എന്നാണ് ഖുർആൻ അവരെ പറ്റി പറഞ്ഞത്.
ജൂതനോടോ ക്രിസ്ത്യാനിയോടോ മക്കയിലെ മുശ്രിക്കിനോടോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അഹങ്കാരം കാണിക്കുന്ന നമ്മളെ മുസ്ലിങ്ങൾ ആരെങ്കിലും അഹങ്കാരം കാണിക്കോ? ഇല്ല. അപ്പൊ നമ്മളെ മുസ്ലിങ്ങളുടെ പ്ലസ് പോയിന്റ് ആണ് ഈ പറഞ്ഞതൊക്കെ. അവർ മുഴുവൻ അള്ളാഹുവിന്റെ ഏകത്വം അംഗീകരിക്കുന്നു, അള്ളാഹുവിന് മക്കളില്ലെന്ന് സമ്മതിക്കുന്നു, അവർക്ക് അള്ളാഹു സമതാണെന്ന് അംഗീകരിക്കുന്നു, അള്ളാഹുവിന് പങ്കുകാരില്ലെന്ന് അംഗീകരിക്കുന്നു, അള്ളാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കേട്ടാൽ അംഗീകരിക്കൂല. പക്ഷെ ഇവരെന്ത് ചെയ്യുന്നു? അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് തേടുന്നു, പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? മൊയ്നി ശൈഖെ കാക്കണേ, ബദരിങ്ങളെ കാക്കണേ, അങ്ങനെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. സംഭവം ശരിയാണ്. അള്ളാഹിനെ മാത്രമല്ല വിളിച്ചു തേടുന്നത് നമ്മുടെ സമൂഹത്തിലത്. പക്ഷേ ഒരു ജൂതനോ ക്രിസ്ത്യാനിയോ കർത്താവെ വിളിച്ച് പ്രാർത്ഥിക്കണേ എന്ന് പറയുന്നതും ഒരു മക്കയിലെ മുശ്രിക്ക് ലാത്തയെ വിളിച്ചുകൊണ്ട് കാക്കണം എന്ന് പറയുന്നതും ഒരു മുസ്ലിമായ ആൾ പറയുന്നത് തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് അല്ലേ? മക്കയിലെ മുശ്രിക്ക് ലാത്തയെ എന്ന് വിളിക്കുമ്പോൾ അവൻ അള്ളാന്റെ ഏകത്വം സംബന്ധിച്ചിട്ടില്ല, ദാത്തിൽ തകരാറുണ്ട്, അള്ളാഹ്ക്ക് മക്കളുണ്ടെന്ന് പറയുന്നു, അള്ളാഹുവിന്റെ സമതിയത്ത് അംഗീകരിക്കുന്നില്ല, അള്ളാഹുവിന് പങ്കുകാരുണ്ടെന്ന് പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അംഗീകരിക്കുന്നു. നമ്മുടെ വീട്ടിലെ നമ്മുടെ ഉമ്മ, നമ്മുടെ വല്യമ്മ, നമ്മുടെ കുടുംബത്തിലെ മുസ്ലിങ്ങളായ ആളുകളൊക്കെ ഇതൊക്കെ അംഗീകരിക്കുന്നവരാണ്. ഇതെന്താണ് ഞാൻ ഈ പറഞ്ഞത്? നമ്മുടെ സമൂഹം സമർപ്പിക്കുന്ന ഒരു ന്യായീകരണമാണിത്, ഒരു ന്യായീകരണമാണിത്. എന്താ പറയാ? നിങ്ങൾ നിങ്ങളെ വല്യമ്മാനോടോ വല്യപ്പാനോടോ നിങ്ങളെ കുടുംബത്തിലെ ഒരാളോടോ ഉമ്മ, നിങ്ങൾ പടച്ചോനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, നിങ്ങൾ അല്ലല്ലാത്തവരോട് വിളിച്ച് തേടരുത് എന്ന് പറഞ്ഞാൽ നിങ്ങളമ്മ പറഞ്ഞ മറുപടി എന്താവുന്നറിയോ? എടാ മോനെ, അതിന് ഞാൻ അള്ളാന്റെ ഏകത്വം അംഗീകരിച്ചോളല്ലേ, ഞാൻ അള്ളാഹ്ക്ക് മക്കളില്ലാന്ന് വിശ്വസിക്കുന്നവളല്ലേ, ഞാൻ അള്ളാഹു സമതാണെന്ന് വിശ്വസിക്കുന്നവളല്ലേ, ഞാൻ അള്ളാഹ്ക്ക് ഒരു പങ്കുകാരെന്ന് വിശ്വസിക്കുന്നവളല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കേട്ടാൽ അഹങ്കരിക്കാത്തവളല്ലേ, നീ എന്താ മക്കയിലെ മുശ്രിക്കിന്റെ മാതിരി സംസാരിക്കുന്നത് എന്ന് പറയും. നമ്മൾ പഠിക്കേണ്ട പാഠം ഇത് ഒരു ന്യായീകരണമാണ്. എന്താണിത്? ഒരു ന്യായീകരണം. അവർ ചെയ്യുന്ന തെറ്റിന് ഒരു ന്യായീകരണം നൽകുകയാണത്. നമുക്ക് ചെയ്യാനുള്ള പണി എന്താണെന്നറിയോ? ഈ ന്യായീകരണം ശരിയാണോ എന്ന് പരിശോധിക്കണം. നമ്മുടെ സമൂഹത്തിലെ ആളുകൾ മുഴുവൻ, ഞാൻ ആദ്യം പറഞ്ഞു ശരിയാ, ദാത്ത് സിഫാത്ത് അഫ്ആലുകൾ അള്ളാഹുവിന്റെ സമ്മതിക്കുന്നു. ഇനി ഞാൻ സംശയം ഉണ്ടാക്കുകയാണ്. ഒന്നുകൂടി ആലോചിക്ക്. അള്ളാഹിന്റെ ദാത്തും സിഫാത്തും അഫ്ആലും പൂർണ്ണമായി സമ്മതിച്ചവരാണോ നമ്മൾ നാട്ടിലെ ആൾക്കാർ? എൻ്റെ മുഖം നോക്കി ഉത്തരം പറയണ്ട. മുസ്ലിങ്ങളായ ആളുകൾ മുഴുവൻ അള്ളാഹുവിന്റെ ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഖുർആനും ഹദീസും പറഞ്ഞ വിധത്തിൽ മുഴുവൻ സമ്മതിച്ചവരാണോ? ഏകത്വം സമ്മതിച്ചവരാണോ? അല്ലേ? ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. പിടുത്തം കിട്ടുന്നില്ല അല്ലേ? സമ്മതിച്ചവരാണെന്ന് ഇയാൾ നേരത്തെ പറഞ്ഞ് പിന്നെ തിരിച്ചിങ്ങോട്ടും പറഞ്ഞത് എന്തായി കളിക്കുന്നതെന്നാ? എന്താണ്? അള്ളാഹുവിന്റെ ദാത്ത് അംഗീകരിക്കാൻ തയ്യാറുള്ള ഈ സമുദായം, ദാത്ത് അംഗീകരിക്കാൻ തയ്യാറുള്ള ഈ സമുദായം അള്ളാന്റെ ദാത്തിനെ പറ്റി പറഞ്ഞ പലതും സമ്മതിക്കുന്നില്ല. ദാത്ത് അള്ളാന്റെ ഏകമാണെന്ന് സമ്മതിക്കുന്നു ഈ സമുദായത്തിലെ ആളുകൾ, നമ്മുടെ സമുദായത്തിലെ ആളുകൾ. പക്ഷേ അള്ളാന്റെ ദാത്തിനെ പറ്റി അള്ളാഹു പറഞ്ഞത് സമ്മതിക്കുന്നില്ല പലതും. നിങ്ങൾ അള്ളാഹിനെ പറ്റി കുട്ടിക്കാലത്ത് പഠിച്ചൊരു പാഠം പറയട്ടെ. കണ്ണില്ലാതെ കാണുന്നവൻ, ചെവിയില്ലാതെ കേൾക്കുന്നവൻ, പിന്നെ കൈയില്ലാതെ പിടിക്കുന്നവൻ അല്ലേ? കുറെ കൊല്ലായാലും നിങ്ങൾ ഈമാനീറ്റ് നടക്കണേ. അള്ളാഹ്ക്ക് കൈയില്ല നിങ്ങളോട് ആരാ പറഞ്ഞേ? അള്ളാഹ്ക്ക് കണ്ണില്ല നിങ്ങളോട് ആരാ പറഞ്ഞേ? അള്ളാഹ്ക്ക് വിരലില്ല നിങ്ങളോട് ആരാ പറഞ്ഞേ? എന്താ ഖുർആൻ എടുത്ത് കാണിച്ചത്? എനിക്ക് കൈകളില്ല, എനിക്ക് വിരലുകളില്ല, എനിക്ക് കണ്ണില്ല എന്ന് അള്ളാഹു പറഞ്ഞോ? അള്ളാഹ് പറഞ്ഞില്ല. അള്ളാഹ് പറഞ്ഞത് എനിക്ക് കൈയുണ്ട്, വിരലുണ്ട്, കാലുണ്ട്, പിന്നെ പാദമുണ്ട് എന്നൊക്കെയാ പഠിച്ചോൻ പറഞ്ഞത്. എന്താ നമ്മൾ ചൊല്ലി പഠിച്ചത്? പുതിയ തലമുറയിലെ കുട്ടികൾ പഠിച്ചോളണമെന്നില്ല. കാരണം ഓല അവിടെയും ഇവിടെ എല്ലാം കൂടി ആയിട്ടാണ് ഈ വിദ്യാഭ്യാസം കഴിഞ്ഞു കൂടിയത്. അങ്ങനെയാണ് വന്നത്. നിങ്ങൾക്കറിയാം, മുതിർന്നവർക്ക് അങ്ങനെയല്ലേ പഠിച്ചത് അല്ലേ? അള്ളാഹ് കണ്ണില്ലാതെ കാണുന്നവൻ എന്തേത് പറയാൻ കാരണം എന്നറിയോ? അള്ളാഹ്ക്ക് കണ്ണുണ്ടെന്നെങ്ങാനും പറഞ്ഞാൽ അത് അള്ളാഹിന്റെ മഹത്വത്തിന് ചേരാത്തതാവൂലേ? അള്ളാഹ്ക്ക് ഒരു പേടിയില്ല അങ്ങനെ പറയാൻ, എനിക്ക് കണ്ണുണ്ട് എന്ന്. പക്ഷെ നമ്മളെ പേടി അങ്ങനെ പറഞ്ഞാൽ കൊടുങ്ങൂലേ, അതുകൊണ്ട് കണ്ണില്ലാന്ന്. പിന്നെ കാണണ്ടേ? കണ്ണില്ലാതെ കാണുന്നവൻ. കേൾക്കൂലേ? അള്ളാഹ് കേൾക്കും. അപ്പൊ ചെവി വേണ്ടേ? ചെവി ഇല്ലാതെ കേൾക്കുന്നവൻ. അള്ളാഹ് പറഞ്ഞ് എനിക്ക് വിരലുണ്ട്, കൈയുണ്ട്, വിരലുണ്ട് എന്നൊക്കെ അള്ളാഹ് പറയാ, നമ്മളതില്ലെന്ന് പറയാ. ഇപ്പൊ നമ്മൾ എവിടെ നിൽക്കുന്നു? അള്ളാഹ് പറഞ്ഞത് മുഴുവൻ അംഗീകരിച്ചോ? അതോ കുറച്ച് അംഗീകരിച്ചോ? എവിടെ നിൽക്കണേ നമ്മള്? അള്ളാഹുവിന്റെ ദാത്ത് അംഗീകരിക്കുന്ന നമ്മള് അള്ളാഹിന്റെ ദാത്തിനെ കുറിച്ച് പറഞ്ഞ് മുഴുവൻ അംഗീകരിക്കുന്നുവോ അതോ കുറച്ച് അംഗീകരിക്കുന്നുവോ? സത്യമല്ലേ ഞാനീ പറഞ്ഞത്?
അള്ളാഹുവിനെ പറ്റി പറഞ്ഞു വെച്ചിരിക്കുന്ന ഭാഗങ്ങളിൽ സഹാബികൾ എങ്ങനെ പഠിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഹാബികൾ ഖുർആനിലും ഹദീസിലും എനിക്ക് കൈകളുണ്ട് വിരലുകളുണ്ട് എന്നൊക്കെ പറയുന്ന വചനങ്ങൾ വന്നപ്പോൾ അവരെന്താ പറഞ്ഞത്? അംഗീകരിക്കുന്നു. പിന്നെ അതിനെപ്പറ്റി ഒരു അക്ഷരം സംസാരിക്കൂല. കാരണം എന്താ? അത് അള്ളാന്റെ മഹത്വത്തിന് ചേരാത്തതാണ്. അള്ളാഹു തന്നെപ്പറ്റി തനിക്ക് വിരലുണ്ടെന്നോ കൈയുണ്ടെന്നോ കണ്ണുണ്ടെന്നോ പറഞ്ഞു കഴിഞ്ഞാൽ, കൈയെന്ന് പറഞ്ഞാൽ ശക്തിയാണ്, മുഖമെന്ന് പറഞ്ഞാൽ തൃപ്തിയാണ്, വിരലെന്ന് പറഞ്ഞാൽ ചലനങ്ങളാണ്, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അത് പറയാൻ പഠിച്ചവനക്ക് വാക്ക് കിട്ടൂലേ? നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം പഠിച്ചവനക്ക്. അള്ളാഹ്ക്കില്ലാത്തൊരു ബേജാറ് നമ്മളെന്തിനാ ബേജാറാകുന്നത്? അപ്പൊ പിന്നെ കൈ എങ്ങനെയാണ്? അങ്ങോട്ട് സംസാരിക്കാൻ പാടില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, സഹാബികളും ചെയ്തത്, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ള മഹാന്മാരായ ആളുകളൊക്കെ പഠിച്ചത്. മൊത്തത്തിൽ മലയാളികളോട് പറയാൻ എളുപ്പമുള്ള വാക്ക് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിലെ പണ്ഡിതന്മാരൊക്കെയും പറയുന്നത് അങ്ങനെയാണ്. അള്ളാഹ്ക്ക് എന്തൊക്കെയുണ്ടെന്ന് ഖുർആനിലും ഹദീസിലും പറഞ്ഞോ അതൊക്കെ അംഗീകരിച്ചു. നിഷേധിക്കാൻ പോയില്ല, അതിനെപ്പറ്റി ചർച്ച ചെയ്യാനും പോയില്ല, അതിന്റെ രൂപം മനസ്സിൽ പെടുത്താനും പോയില്ല, ഒന്നും പോയില്ല. ഉണ്ട് ഖലാസ്, അവിടെ അവസാനിച്ചു, അത്ര തന്നെ. പക്ഷെ നമ്മളെന്താ പറയാറ്? തീർന്നില്ല. അള്ളാഹുവിന്റെ ദാത്ത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഈ ക്ലാസ്സിൽ രണ്ട് കൂട്ടം അഭിപ്രായം ഉണ്ടാവും. ചിലർ പറയും അള്ളാഹുവിന്റെ ദാത്ത് അർശിലാണ്, ചിലർ പറയും അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്ന് പറയൂലേ? ഇല്ലേ? എന്താണ് അള്ളാഹു അള്ളാഹുവിന്റെ അറിവ് സർവ്വവ്യാപമാണ്, എനിക്കറിയാമത്. ഞാൻ ചോദിക്കുന്നത്, അള്ളാഹു എന്ന ആ ദാത്ത് ഈ മുന്നിലും പൂവിലും നിറയിലും ഒന്നായിട്ട് ഇങ്ങനെ നിറഞ്ഞിങ്ങനെ ഒരു വലിപ്പം സങ്കല്പിക്കാൻ പറ്റാത്ത വിധം ഇങ്ങനെ വ്യാപിച്ചു കിടക്കുക, എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ അത് എവിടെ പഠിച്ചോ കിതാബിന് പറഞ്ഞത്? ഞാനിങ്ങനെ ലോകത്തൊന്നായിട്ട് നിറഞ്ഞു കിടക്കണേ. ഈ കിതാബിൽ എന്താ അറിയോ? അർ റഹ്മാൻ അലൽ അർശി ഇസ്തവ. അള്ളാഹു എവിടെയുണ്ട്? അള്ളാഹു എവിടെ എന്ന് ചോദിക്കുക നിങ്ങൾ. എന്നിട്ട് എന്നോടല്ല ചോദിക്കണേ, ഖുർആനിലേക്ക് ചോദിക്കുക. എന്നാൽ കിട്ടുന്ന ഉത്തരം അള്ളാഹു അലൽ അർശ്. അതെങ്ങനെ? മിണ്ടിപ്പോവരുത്. അതെങ്ങനെ നമുക്കറിയില്ല. അർശ് എവിടെയാണ്? ഈ നക്ഷത്രങ്ങൾ കാണുന്ന ഭാഗമാണ് ഒന്നാം ആകാശം. നക്ഷത്രങ്ങൾ ഒരിക്കലും മനുഷ്യനെത്താൻ പറ്റാത്ത ഭാഗം. അവിടുന്നും അത്രയും ദൂരെയോ അതിലപ്പുറമാണ് രണ്ടാം ആകാശം. അതിനും അപ്പുറത്താണ് 3, അതിനും അപ്പുറത്ത് ദൂരെയാണ് 4, അതിനും അപ്പുറത്താണ് 7, അതിനപ്പുറത്താണ് അള്ളാന്റെ അർശ്. ആ അർശിലാണ് അള്ളാഹു ഉള്ളത്. ഒരു സഹാബി ഒരു അടിമപ്പെണ്ണിനെ തല്ലി, ഒരു കാര്യത്തിന് തല്ലിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ആളുകളെ കൂടെ ജീവിക്കുന്ന ആളാണ്. നബിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിയെ ശാസിച്ചിട്ട് പറഞ്ഞു, തല്ലാൻ പാടില്ല. എന്താ പ്രവാചകരെ? പശ്ചാത്താപം, മോചിപ്പിച്ചേക്കടോ, അടിമപ്പെണ്ണല്ലേ, സ്വാതന്ത്ര്യം കൊടുത്തേക്ക്. ഈ സഹാബി കുറച്ച് കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോചിപ്പിക്കാമായിരുന്നു. ഇവിടെ മുസ്ലിം ആണെങ്കിൽ മോചിപ്പിക്കാം, മുസ്ലിം അല്ലെങ്കിൽ എന്തിനാ പ്രവാചകരെ അവിടെ നോട്ടോട്. അതുകൊണ്ട് ഈ പെണ്ണ്, ഒരു പെണ്ണ്, ഇവൾ മുസ്ലിം ആണോ അല്ലേ എന്ന് തീരുമാനിക്കണം. ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടു. നബി ഈ പെണ്ണിനോട് 2 ചോദ്യങ്ങൾ ചോദിച്ചു. ഈ പെണ്ണിനോട് ഒരു ചോദ്യം, ഐനല്ല. എത്ര ക്ലിയർ ആണെന്നറിയോ? ഐന. ഇതറിയാത്ത ഒരാളും ഈ ക്ലാസ്സിൽ ഉണ്ടാവില്ല. എന്താ ചോദിച്ചത്? ഐനല്ല. അപ്പൊ ആ പെണ്ണ് ഒന്നുകിൽ ഫിസ് സമായി എന്ന് അറബിയിൽ മറുപടി പറഞ്ഞു, ആകാശത്തിൽ, അല്ലെങ്കിൽ മേലോട്ട് ഇങ്ങനെ വിരൽ ചൂണ്ടി. ഫിസ് സമാ, മുകളിലുണ്ട്, മേലെയുണ്ട്. രണ്ടാമത്തെ ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, മൻ അന, ഞാൻ ആരാടി എന്ന് ചോദിച്ചു. അപ്പൊ ആ പെണ്ണ് പറഞ്ഞു, അൻത റസൂലുള്ളാഹ്, നിങ്ങൾ അള്ളാന്റെ ദൂതനാണ്. പ്രവാചകൻ പരീക്ഷ കഴിഞ്ഞു, ഉത്തരം പറഞ്ഞു, ഇവൾ വിശ്വാസിനിയാണ്, ഇവളെ മോചിപ്പിച്ചോളൂ. ഇത് പ്രവാചക സന്നിധിയിൽ സംഭവിച്ചതാണ്. നമ്മുടെ ചോദ്യം ഇതാണ്, അയിനല്ലാഹ് എന്നാണ് എനിക്ക് നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യം. ആ ചോദ്യം ആര് ചോദിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ആരോട് ചോദിച്ചു? ഒരു പെണ്ണിനോട്. ആ പെണ്ണ് ഉത്തരം പറഞ്ഞു എന്നുള്ളതല്ല നമ്മുടെ തെളിവ്. ആ ഉത്തരം തെറ്റാണെങ്കിൽ ആര് തിരുത്തണം? എന്താണ് ആ പറഞ്ഞ പെണ്ണ് ഉത്തരം? എവിടെയുണ്ട്? ആകാശത്തുണ്ട്. അതല്ല പ്രവാചകൻ അള്ളാഹു എല്ലായിടത്തും. അപ്പ പ്രവാചകൻ തിരുത്തണം. എന്ത് പൊട്ടത്തര പെണ്ണ് നീ പറയുന്നത്? അള്ളാഹു ഫി കുല്ലി മക്കാൻ എന്ന് പറയും. ഞാൻ നമ്മുടെ പോരായ്മയാണ് പറഞ്ഞത്. അള്ളാഹു തന്നെ പറ്റി അർശിലാണെന്ന് പറയുന്നു, നമ്മളോ അള്ളാഹു എല്ലായിടത്തും ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ അള്ളാന്റെ ദാത്ത് പൂർണ്ണമായി അംഗീകരിച്ചോ അതോ പോരായ്മ ഉണ്ടോ? പോരായ്മ. അള്ളാഹുവിന്റെ അർശിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞപ്പോൾ പോരായ്മ. അപ്പോ ഇത്ര മതിയല്ലോ ഉദാഹരണം പറയാൻ. അള്ളാഹുവിന്റെ ദാത്തിനെ കുറിച്ച് പൂർണ്ണമായി അംഗീകരിച്ചവനാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അതത്ര ശരിയല്ല. കാരണം അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ പല കാര്യങ്ങളും നമ്മൾ അംഗീകരിക്കുന്നില്ല, അള്ളാഹുവിന്റെ ദാത്തിനെ കുറിച്ച് പറഞ്ഞതും അംഗീകരിക്കുന്നില്ല. മൂന്നാമതൊരു കാര്യം, സാധാരണ കേൾക്കുന്ന ഹദീസ് ആയതുകൊണ്ടാണ്.
യൻസിലുല്ലാഹു തബാറക വ തആല. ഇതാണ് ഹദീസ് തുടങ്ങുന്നത്. ഇദാ ബഖിയ സുലുസുൽ ലൈൽ അൽ അഖീർ, രാത്രിയുടെ അവസാനത്തെ യാമം ബാക്കിയായാൽ അല്ലാഹു യൻസിലു ഇല സമായി ദുനിയ, ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും. ഹദീസാണിത്. ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസ്. പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. കള്ളം പറയൂല, തന്നിഷ്ടവും പറയില്ല, അള്ള പറയാത്തൊരു അക്ഷരം പറയില്ല. എന്താ പറഞ്ഞ വാചകത്തിലെ ആശയം എന്താ? രാത്രിയുടെ അവസാന യാമത്തിൽ, സുബഹിന്റെ മുമ്പുള്ള സമയത്ത് അള്ളാഹു എന്തു ചെയ്യുന്നു? ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നു. എന്നിട്ട് കൈകൾ ചൂണ്ടി പടച്ചവൻ പറയും, ആരുണ്ട് പശ്ചാത്തപിക്കാൻ? ഞാൻ പശ്ചാത്താപം സ്വീകരിക്കാം. ആരുണ്ട് ചോദിക്കാൻ? ചോദിച്ചവർക്ക് കൊടുക്കാം. ആരുണ്ട് പ്രാർത്ഥിക്കാൻ? പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യാം എന്ന് ആര് പറഞ്ഞു? ആര് പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനായി പറഞ്ഞതിൻ്റെ അർത്ഥം? കിടന്നുറങ്ങാതെ സുബഹിന്റെ മുമ്പ് നേരത്തെ എഴുന്നേറ്റിട്ട് നമസ്കരിച്ചിട്ട് ആ നേരത്തിരുന്നിട്ട് അവനാൻ്റെ ആവശ്യങ്ങൾ പടച്ചവനോട് പറയാം. പരീക്ഷയ്ക്ക് ഇരിക്കുന്നവൻ പരീക്ഷ ജയിക്കാൻ, ജീവിതത്തിൽ ആവശ്യങ്ങൾ ചെയ്യാൻ, പ്രാർത്ഥനകൾ ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അതിന് പറ്റിയ സമയമാണെന്നാണ്. അത് പറയാൻ പ്രവാചകൻ ഉപയോഗിച്ച വാചകം എന്താ? അല്ലാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നു പടച്ചോൻ പറഞ്ഞ. നമുക്ക് മനസ്സിലാവില്ല, അത് നമുക്ക് മനസ്സിലാവില്ല. 4 മാസമായാൽ ഒരു കുഞ്ഞിൻ്റെ ഒരു ഗർഭിണിയായ സ്ത്രീയിൽ ആ കുഞ്ഞില് റൂഹ് ഊതുന്നാ പറഞ്ഞത്. എങ്ങനെയാണത്? അറിയില്ല. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, ആ കുട്ടിക്ക് ജീവൻ ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റും. എങ്ങനെയാ ഈ ജീവൻ കടന്നു വന്നത്? ഒരു സ്ഫടിക കൂട്ടിൽ, ഗ്ലാസിന്റെ കൂട്ടിലിട്ട് ഒരാൾ മരിക്കട്ടെ, അയാളെ റൂഹ് അവിടുന്ന് പുറത്തു പോകുന്നുണ്ട്. എങ്ങനെയാ പോയത്? കാണാനും പറ്റില്ല, റെക്കോർഡ് ചെയ്യാനും പറ്റില്ല, മനസ്സിലാക്കാനും പറ്റില്ല. എങ്ങനെയെന്ന് അറിയില്ല. ഇതാണ് നമ്മുടെ അവസ്ഥ. എന്തിന്? എൻ്റെ ശരീരത്തിൽ എൻ്റെ റൂഹുണ്ട്, ഒരു സ്കാൻ ചെയ്താലോ ഫോട്ടോ എടുത്താലോ അത് കിട്ടില്ല. ആരും അതിനെ നിറം കണ്ടില്ല, വെളുത്തിട്ടാ കറുത്തിട്ടാ, അത് ദ്രാവക ഖരപദാർത്ഥ ഗ്യാസാ. അതാ നമ്മളെ അവസ്ഥ. മനുഷ്യന് സ്വന്തം ജീവനെ പറ്റി പോലും വളരെ കുറഞ്ഞ അറിവ് മാത്രമുള്ളവൻ അള്ളാഹു ഇറങ്ങുന്നു, പോകുന്നു, നടക്കുന്നു എന്നൊക്കെ പറയുമ്പോഴേക്ക് അതെങ്ങനെയെന്ന് ചിന്തിക്കാൻ ഇവൻ ആരാ? ചിന്തിക്കാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, അത് കളിയാക്കാനും പാടില്ല. അത് മൊയിലാരായാലും തിരക്കില്ല, വയതായാലും തിരക്കില്ല. സഹാബികൾ അത് കേട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവർ അപ്പടി അങ്ങ് വിശ്വസിച്ചു. വേറെ സംസാരമല്ല, ഒരു ചർച്ചല്ല, ഒന്നുമില്ല. നമ്മളെന്താ ചെയ്യാറ്? ഇത് അംഗീകരിക്കുന്നുവോ അതോ പരിഹസിക്കുന്നുവോ? പറ. നിങ്ങൾ വയല് കിട്ടിയില്ല? ഇതിന്റെ കേട്ടവരുണ്ടാവുമല്ലോ. അള്ളാഹു ഇറങ്ങാന്നൊക്കെ പറഞ്ഞാൽ എന്ന് പറഞ്ഞിട്ടൊരു വയലുണ്ട് നമ്മളെ നാട്ടിലെ മതപണ്ഡിതന്മാരുടെ. ഞാൻ അവരെ വിമർശിക്കാനല്ല ഈ ക്ലാസ് എടുക്കുന്നത്. അള്ളാഹുവിന്റെ ദാത്തിനെ പറ്റി പറഞ്ഞത് മുഴുവൻ സമ്മതിക്കുന്നുവോ അതോ ഭാഗികമായി സമ്മതിക്കുന്നുവോ എന്നറിയാനാ. എന്താ എത്തിയത്? എന്താ പറഞ്ഞ നിങ്ങള്? അല്ല, നിങ്ങളെ വിശ്വാസം എന്താ? അള്ളാഹു ഇറങ്ങി വരുന്നുണ്ടോ ഇല്ലയെന്നോ? ഇറങ്ങി വരും എങ്ങനെ നമുക്കറിയില്ല. അള്ളാഹു ഇറങ്ങി വരുന്നു അള്ള പറഞ്ഞാൽ ഖലാസ്, അവിടെ കഴിഞ്ഞു. പിന്നെ ഇവർ സംസാരിക്കാൻ പാടില്ല. അതാണ്. അപ്പോ നമ്മുടെ സമൂഹം അഭിമാനിക്കാറ് എന്താ? സംസാരിക്കാറ് ഞങ്ങളും പണ്ടത്തെ ആൾക്കാരും തമ്മിൽ വ്യത്യാസമുണ്ട്, ഞങ്ങൾ അള്ളാന്റെ ഏകത്വം അംഗീകരിച്ചവരാണെന്നാണ്. ഇത് പൂർണ്ണമായും ശരിയാണോ? കുറച്ച് ശരിയാണോ? കുറച്ച് ശരിയാ. എന്താ എവിടെ ശരിയല്ലാത്ത? വേറെ എനിക്ക് പറയാൻ, പക്ഷെ ഞാൻ ഒരു ഭാഗം മാത്രം പറഞ്ഞാൽ പോരല്ലോ. അള്ളാന്റെ ദാത്തിനെ പറ്റി പറഞ്ഞ ചിലത് അംഗീകരിക്കുന്നു, ചിലത് അംഗീകരിക്കുന്നില്ല. ഇനി ഇവിടെ വാ. അള്ളാഹുവിന് മക്കളില്ലെന്ന് അംഗീകരിക്കുന്നു, ഞാൻ സമ്മതിച്ചു. അള്ളാഹുവിന് മക്കളില്ലെന്ന് തന്നെ എല്ലാവരും പറയുന്നു. അള്ളാഹു സമതാണെന്ന് അംഗീകരിക്കുന്നു, അള്ളാഹു സമതാണെന്ന് അംഗീകരിക്കുന്നു. എന്താ അള്ളാഹു സമത എന്ന് പറഞ്ഞ അർത്ഥം? ആരുടെയും. പക്ഷെ നിങ്ങൾ നമ്മളെ നാട്ടിലെ ആളുകൾ ഔലിയാക്കളെ പറ്റി പറഞ്ഞ് ക്ലാസ്സുകൾ കേട്ടില്ല നിങ്ങൾ വയത്? അവസാനം നിങ്ങൾക്ക് എന്താ തോന്നിയത് കേട്ടിട്ട്? എനിക്ക് തോന്നിയത് ഞാൻ പറയാം, തെറ്റാണ് നിങ്ങൾ തിരുത്തിക്കോ. അള്ളാഹ്ക്ക് ഈ ഔലിയാക്കൾ ഇല്ലാതെ പറ്റൂല എന്നുള്ള കോലത്തിലാണ് പറഞ്ഞാക്കിയത്. എന്താ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയത്? എപ്പോഴെങ്കിലും തോന്നിയില്ല? ഔലിയാക്കളെ പറ്റിയുള്ള വയലും പ്രസംഗമൊക്കെ കേട്ട് വന്ന അവസാനം തോന്നുക കുറച്ച് ഔലിയാക്കന്മാരില്ലാതെ പടച്ചോന്റെ ഈ പരിപാടിയൊന്നും നടക്കൂല എന്നാ. ഞാൻ കേട്ടൊരു വയല് പറയാം. ആകാശലോകത്ത് പടച്ച തമ്പുരാൻ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നേർക്ക് നേരെയല്ല, മലക്കുകളെ ഉപയോഗിച്ചുകൊണ്ടാണ്. വയലാണ് ഞാനീ പറഞ്ഞ ഒരു ഉദ്ധരണിയാണ്. അതുപോലെ ഈ ഭൂമിയിൽ പടച്ച തമ്പുരാൻ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് നേർക്ക് നേരെയില്ല, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഔലിയാക്കളും ആത്മാവുകളുടെയും സഹായത്താലാണ്. ഇത് നമ്മളെ നാട്ടിലെ മതപ്രസംഗമാണ്. നിങ്ങൾ കേട്ട് കാണുമെന്ന് എനിക്കറിയില്ല, മതപ്രസംഗമാണിത്. അങ്ങനെയാണ് ആ പ്രസംഗമെങ്കിൽ അള്ളാന്റെ സമ്മതിയത്തെ അംഗീകരിക്കുന്നോ? ഇല്ല. ഒരു പറയുന്ന കേട്ട അവസാനം എന്താ തോന്നുക? അള്ളാഹ്ക്ക് ചില ഔലിയാക്കന്മാരൊന്നും ഇല്ലാതെ നടക്കൂല പരിപാടി എന്നാ തോന്നിപ്പോവുക. അത് പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല എനിക്കറിയാം, പക്ഷെ അത് കേട്ടവർക്കറിയാം.
പടച്ച റബ്ബ് എന്താണ് ഈ പറഞ്ഞത്? ആകാശലോകത്ത് റബ്ബുൽ ആലമീനായ തമ്പുരാൻ മലക്കുകൾ ഉപയോഗിച്ച് ഏറ്റവും ടോപ്പായി നിൽക്കുന്ന ഒരു മതപണ്ഡിതന്റെ പ്രസംഗമാണ് ഞാൻ ഈ പറഞ്ഞത്. ഒരു സമൂഹത്തിന് നേതൃത്വം നൽകുന്ന, കേരളത്തിലെ ഒരു മുസ്ലിം വിഭാഗത്തിന് നേതൃത്വം നൽകുന്ന ഒരു പണ്ഡിതന്റെ പ്രസംഗം ഞാൻ ഈ പറഞ്ഞത്. ഒരിക്കലല്ല, പലതവണ അയാൾ ആവർത്തിക്കുന്ന, കുറെ കൊല്ലങ്ങളായി അയാൾ ഇത് മാത്രമേ പറയാറുള്ളൂ, വേറെ വിഷയങ്ങളിലേക്ക് പോകാറില്ല. ആകാശലോകത്തെ അള്ളാഹു ക്രമീകരിച്ചിരിക്കുന്നത് മലക്കുകളുടെ സഹായത്താൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. അതേപടി തന്നെയാണ് പ്രപഞ്ചത്തിലും ദുനിയാവിലും അള്ളാഹു കാര്യങ്ങൾ ചെയ്യാറ്. ഒന്നും നേർക്ക് നേരെ ഇടപെട്ട് ചെയ്യാറില്ല, ഒക്കെ ചില ആളുകളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. നാം ചെയ്യേണ്ടത്, മീക്കായിൽ മഴ വർഷിപ്പിക്കാൻ ചുമതലപ്പെടുത്തിയത് മീക്കായിൽ ചെയ്യും പോലെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യാൻ ഇന്ന ആളെ ചുമതലപ്പെടുത്തിയെന്ന് പടച്ചോൻ പറഞ്ഞാൽ നമ്മൾ അവരോട് ചോദിച്ചാൽ മതി, അപ്പുറത്തേക്ക് പോകണ്ട. ഇത് വയലാ നാട്ടിലെ. ഈ വയല് പറയുന്നവനെങ്കിലും അതാരുടെ സമ്മതിയത് സമ്മതിച്ചോ? എല്ലാവരും അല്ല സമ്മതിച്ചോ? ഇല്ല. അപ്പൊ സമ്മതിയത്ത് അംഗീകരിച്ചു, അള്ളാഹിന്റെ നിരാശ്രയത്വം അതും പൊളിഞ്ഞു. ഇവിടെ മാത്രം ഒരു ശരിയിടാൻ, അള്ളാഹ്ക്ക് പങ്കുകാരില്ല എന്നാ പറയാറ്. സത്യം സത്യം, അള്ളാഹ്ക്ക് പങ്കുകാരില്ല. ശരി, അള്ളാഹുവിന് യാതൊരു പങ്കുകാരുമില്ല, ഒന്നുമില്ല, അള്ളാഹുവിന് ഒന്നുമില്ല എന്നൊക്കെ തന്നെ പറയാറ്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിന് പങ്കുകാരില്ല എന്ന് പറയുന്ന ഈ ആളുകള് അള്ളാഹ്ക്ക് ഒരു പങ്കും സങ്കല്പിക്കാറില്ല ഒരിടത്തും, എവിടെ ഒരു വിഷയത്തിലും അള്ളാഹുവിന് അർഹതപ്പെട്ടതിലോ പങ്കുപെട്ടതിലോ ഒന്നിലും ഉത്തരം കിട്ടില്ല. ചില വാക്കുകൾ പറയാൻ ഞാൻ, ബർക്കത്ത്, അങ്ങനെ വാക്ക് കിട്ടിയില്ല. ബർക്കത്ത് അല്ലേ? എന്താ അർത്ഥം? ഒരു വിഷയത്തിൽ അല്ലെ ആ സ്ഥലത്തിനോ സമയത്തിലോ ബന്ധപ്പെട്ടാൽ കിട്ടുന്ന ഒരു അനുഗ്രഹം. ഒന്ന് വെള്ളിയാഴ്ച ബർക്കത്തുള്ള ദിവസമാണ്, ഒന്നുമില്ല, ആ ദിവസത്തിന്റെ കുറെ അനുഗ്രഹങ്ങൾ ഞാൻ ആ ദിവസത്തെ ആഗ്രഹിച്ചാൽ എന്നിലേക്ക് കടന്നു വരുന്നു. ഈ സ്ഥലം ഒരു ബർക്കത്തുള്ള സ്ഥലമാണ്, കഅബ ഷരീഫ് അല്ലേ? ഇവിടെ വെറുതെ ഇരിക്കുന്നത് വരെ എനിക്ക് പുണ്യം തരുന്നതാണ്, എനിക്ക് കൂലിട്ടതാണ്. അതിന്റെ ബർക്കത്ത് എന്നിലേക്ക് വരുന്നു. ഇതാണ് അള്ളാന്റെ കിതാബ്. ഇതൊരു വലിയ ബർക്കത്തുള്ള കാര്യമാണ്. ഞാൻ ഇത് ഓതട്ടെ, ഇതാവട്ടെ, ഇതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ഇതാണ് ഇപ്പൊ ഈ ബർക്കത്ത് എന്ന് പറഞ്ഞത്. ഈ ബർക്കത്ത് ആരുടേതാടോ? യഥാർത്ഥത്തിൽ ബർക്കത്തുകൾ ആരിൽ നിന്നാണ്? അള്ളാഹുവിൽ നിന്ന്, അഥവാ അള്ളാഹു നിശ്ചയിച്ചവരിൽ നിന്ന്. എന്തോ ആവട്ടെ, അള്ളാഹുവിൽ നിന്നാണ് ഉള്ളത്. നമ്മളെന്താ പറയാല്? അള്ളാഹ്ക്ക് മാത്രം ബർക്കത്ത് പറയല്? നമ്മളെ സമൂഹം അത് പറയല്? പലരുടെയും ബർക്കത്ത് കൊണ്ട് ഇല്ലേ? മശായിഖന്മാരുടെ, ഔലിയാക്കന്മാരുടെ, ശുഹദാക്കന്മാരുടെ പലരുടെയും പേരിൽ അവരെ ബർക്കത്തുണ്ട്, ഇവരെ ബർക്കത്തുണ്ട്, ഇവരെ ബർക്കത്തുണ്ട്. ആ കുട്ടിന്റെ അസുഖം മാറി, ആ ഷെയ്ഖിന്റെ ബർക്കത്തുണ്ട്. ആ പ്രശ്നം പരിഹരിച്ച് ആ വലിയന്റെ ബർക്കത്തുണ്ട്. അള്ളാഹ്ക്ക് പങ്കുകാരുണ്ടോ? അള്ളാഹ്ക്ക് പങ്കുകാരുണ്ടെന്നാണോ പറയാറ്? ആണോ? ഇല്ലെന്നാ പറയാറ്. പക്ഷെ ബർക്കത്ത് എന്ന അള്ളാഹിന്റെ അനുഗ്രഹം കൊണ്ടുപോയിട്ട് ആർക്ക് കൊണ്ടേ ചാർത്തി കൊടുത്തു? വേറെ പലർക്കും കൊണ്ടുകൊടുത്തു. ഇങ്ങനെ പലർക്കും കൊടുത്ത അതിന്റെ പേരെന്താ? പങ്ക് ചേർക്കന്നെ. നിങ്ങൾ ആലോചിച്ചോ, കാവല് എന്നൊരു വാക്കുണ്ട് മലയാളത്തില്. കാവല് ആരാ നമ്മളെല്ലാം കാത്തുരക്ഷിക്കുന്നത്? അള്ളാഹു. മുട്ടാൻ പോയ വണ്ടി അത് ഇടിക്കാതെ രക്ഷപ്പെടുത്തിയത് പടച്ച തമ്പുരാനാ. ഓരോന്നിന്റെയും കാവല്. നമ്മൾ കാവൽ അള്ളാഹുവിലേക്ക് ചേർത്ത് മാത്രമേ പറയുള്ളൂ നമ്മുടെ സമുദായത്തിലെ ആൾക്കാർ. നേർച്ചക്കാര കാവലോണ്ട് രക്ഷപ്പെട്ട് കാവൽ ആർക്കും കൊണ്ടേ കൊടുത്ത്? ലാ ശരീക ലഹു എന്നാ പറയാറ്. അള്ളാഹ്ക്ക് പങ്കുകാരൊന്നുമില്ല. മനുഷ്യനെ അവിചാരിതമായ സന്ദർഭങ്ങളിൽ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വിധം കാത്തുരക്ഷിക്കുക എന്നത് പടച്ചവന്റെ തീരുമാനമാണ്. ആ തീരുമാനം വേറെ ആരോ നൽകിയെന്നാ പറയല്. വേറെ ആരോ ചെയ്തു, വേറെ ആരോ. എന്തിനവിടേക്കൊക്കെ പോണ്? വളരെ പച്ചയായ കാര്യങ്ങൾ വരെ, തുറന്ന കാര്യങ്ങൾ വരെ ചെയ്യാറില്ലേ? മക്കൾ ഉണ്ടാവില്ല എന്നാ ഡോക്ടർമാരൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷെ മക്കളുണ്ടായി. ആരെ കൊണ്ട്? ഇന്ന ഷെയ്ഖിന്റെ ഇന്ന ജാറത്തില് പോയിട്ട് കുറെ ദിവസം നിന്ന് അവരെ ബർക്കത്തോണ്ട് അനുഗ്രഹം കൊണ്ട് എന്ത് സംഭവിച്ചു? മക്കളുണ്ടായി. അങ്ങനെ ചില സ്ഥലങ്ങളുണ്ട്, അവിടെ പോയി താമസിച്ചാൽ താനെ, അങ്ങനല്ലേ? കേരളത്തിൽ, ഇന്ത്യയിലൊക്കെ ചില സ്ഥലങ്ങളുണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാലോ, ഞാൻ വിളിച്ചു പറയണ്ട. അവിടെ പോയി താമസിച്ചാൽ സന്താനങ്ങൾ ഇല്ലാത്തവർക്ക് സന്താനങ്ങൾ കൊടുക്കുന്നത് ഈ ജാറങ്ങളാണോ പടച്ചവനാണോ യഥാർത്ഥത്തിൽ? ആരാണ്? നിങ്ങൾക്ക് വല്ല സംശയമുണ്ടോ? പടച്ചവനാണ്. പക്ഷെ മുസ്ലിം സമുദായം അത് ആരിലേക്ക് ചേർത്ത് പറയുന്നു? പലപ്പോഴും ജാറങ്ങളിലേക്കും മക്കാമുകളിലേക്കും ചേർത്ത് പറയുന്നു. ബർക്കത്ത്. അതുപോലെ സാധാരണ തൗഫീഖ് എന്നൊരു വാചകം പറയാറുണ്ട്, ഇല്ലേ? ഈ വാക്ക് നിങ്ങൾക്കറിയില്ലേ? തൗഫീഖ് പഴയ മലയാളം ഉദവി എന്നൊക്കെ ഒരു മലയാളം പറയാറുണ്ട്, കേട്ടിയില്ലേ? പണ്ടത്തെ ഈ കല്യാണക്കുറിയിലൊക്കെ ഉണ്ടാവും ഉദവിയാൽ എന്നൊരു മലയാളം. ഉദവിയാൽ എന്ന് പറഞ്ഞാൽ ബി തൗഫീഖ് ഇല്ല എന്നാ, അള്ളാഹുവിന്റെ തൗഫീഖിനാൽ. അങ്ങനെ നമ്മൾ സാധാരണ എന്താ പറയാറ് പണ്ട് കാലത്തൊക്കെ? അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും
ഉദവിയാൽ. അള്ളി റസൂലും വേണ്ടുക വെച്ചിട്ട് ഈ കാര്യം നടന്നു. അപ്പൊ അള്ളാഹ്ക്ക് മാത്ര തൗഫീക്ക്, പിന്നെ ആർക്കും കൂടി കൂട്ടിക്കൊടുത്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടിക്കൊടുത്തു. ലാ ശരീക ലഹു, അള്ളാഹ്ക്ക് പങ്കുകാരില്ല എന്നാ പറയല്. തൗഫീക്ക് ആരിൽ നിന്ന് മാത്രം ഉണ്ടാവേണ്ടത്? തൗഫീക്ക് എന്ന് പറഞ്ഞാൽ വിധി, തീരുമാനം, സഹായം ആരിൽ നിന്നാണ്? അള്ളാഹുവിൽ നിന്നാണ്. പക്ഷെ പറഞ്ഞു വന്നപ്പോൾ ആരിലേക്ക് ചേർത്ത് കൊടുത്തു? പരലിലേക്കും ചേർത്ത് കൊടുത്തു.